Here we go to the movie The Nutcracker and the Magic Flute. Let's start. ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ക്രിസ്മസ് ഈവിന് ബെയിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന മരിയ എന്ന പെൺകുട്ടിയെ നമ്മൾ കാണുവാണ്. അതിസുന്ദരിയായ അവൾ അതിനേക്കാൾ മനോഹരമായിട്ട് ആ നൃത്തം ചവിട്ടുന്നത് കാണാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇവളുടെ അച്ഛൻ ഈ അടുത്താണ് മരിച്ചത്. അച്ഛൻ വാങ്ങിയിട്ടുള്ള കടക്കെണിയിൽപ്പെട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ട അവസ്ഥയാണ് ഇവൾക്കും അമ്മയ്ക്കുമൊക്കെ ഉള്ളത്. കടക്കാരനോട് കുറച്ചുകൂടെ അവധി ചോദിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ അരികിലേക്ക് മരിയ വരുന്നു. അന്നേരം കടം കൊടുത്തിട്ടുള്ള മിസ്റ്റർ റാറ്റർ എന്ന ആള് ഞാൻ കടമൊക്കെ വേണ്ട എന്ന് വെക്കാം, പകരം ഇവൾ എന്നെ കല്യാണം കഴിക്കാമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അമ്മയ്ക്ക് അതിനൊട്ടും താല്പര്യമില്ല. നീ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങേണ്ടിയും വരും, നിന്റെ അമ്മ ജയിലിലുമാകും. നീ നാളേക്ക് ആലോചിച്ച് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് കയ്യിലിരുന്ന നെറ്റ്ക്രാക്കർ പാവ മരിയയ്ക്ക് കൊടുത്ത് അയാൾ പോകുന്നു. അവളാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് മുറിയിലേക്ക് വരികയാണ്. പുറത്തു നോക്കുമ്പോൾ ക്രിസ്മസിന്റെ ആഘോഷ നിറവില് കുട്ടികളെല്ലാവരും കളിച്ചോണ്ടിരിക്കുന്നു. ഞാനും കുഞ്ഞായിരുന്നപ്പോൾ എന്ത് രസമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ചേർന്ന് നല്ല സന്തോഷമായിട്ടായിരുന്നു ജീവിച്ചു വന്നിരുന്നത്. എന്നിട്ട് അവളുടെ കുട്ടിക്കാലത്തുള്ള അവളുടെ കളിപ്പാവകളൊക്കെ നോക്കി എനിക്ക് വീണ്ടും കുഞ്ഞാവാനായിട്ട് തോന്നുന്നു എന്നുള്ള ആഗ്രഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മാനത്ത് നിന്ന് ഒരു താരകം നമ്മുടെ മരിയയുടെ അടുത്തേക്ക് വന്നു. അത് അവളിൽ മുഴുവനായിട്ട് ഒരു പ്രകാശം പരത്തി. കണ്ണു തുറന്നു നോക്കുമ്പോൾ നമ്മുടെ മരിയ ഒരു കുഞ്ഞു പാവയുടെ രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതേ സമയത്ത് അവളുടെ അമ്മ പുറത്തു നിന്നുകൊണ്ട് അവരുടെ സർവന്റായ സോഫിയോട് നമ്മൾ നാളെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം, അതിനു വേണ്ടി സാധനങ്ങളെല്ലാം എടുത്തു വെക്കൂ, മരിയയോടും അക്കാര്യം നീ ഓർമ്മിപ്പിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. മരിയയാവട്ടെ അങ്ങനെ കുഞ്ഞു രൂപത്തിലേക്ക് മാറിയപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന സൂചി പോലും ഇപ്പോൾ അവളുടെ ദേഹത്ത് കൊള്ളുന്നത് വാള് പോലാണെന്ന കോലത്തിലാണ്. ആ സമയത്താണ് വലിയൊരു ചുണ്ടനെലി നമ്മുടെ മരിയയുടെ അടുത്തേക്ക് വരുന്നത്. ഇവളുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ചുണ്ടനെലിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗോഡ്സില്ലയുടെ സൈസ് ഉണ്ട്. ആ സമയത്ത് ഇവളെ രക്ഷപ്പെടുത്താനായിട്ട് നെറ്റ്ക്രാക്കർ വരുവാണ്. ആ പാവയ്ക്കും ജീവൻ വെച്ചിട്ടുണ്ടായിരുന്നു. നെറ്റ്ക്രാക്കറിനെ എലിയിട്ട് അടിക്കുന്നത് കണ്ടപ്പോൾ ദേണ്ടട ഇവളുടെ കളിപ്പാവകൾക്കൊക്കെ ജീവൻ വെച്ചിട്ട് അതിലെ കേളി ബേഡി എന്നൊക്കെ വിളിക്കുന്ന 2 പാവകള് ഇവരുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. പ്രീസ്റ്റ് എന്ന് പറയുന്ന ഒരു പാവയുണ്ട്. ആ പാവ ഈ എലിയെ ഓടിച്ചു കളഞ്ഞു. എന്നിട്ട് മോള് വിഷമിക്കേണ്ട, ഇന്ന് ക്രിസ്മസ് ഈവനിങ്ങിൽ നീ ഒരു ആഗ്രഹം പറഞ്ഞു, ആ ആഗ്രഹം മാജിക് ആയിട്ടുള്ള ക്രിസ്മസ് സാധിച്ചു തന്നു. നാളെ രാവിലെ ആവുമ്പോഴേക്ക് ഈ മാജിക് എല്ലാം ഇല്ലാതാവും, അപ്പൊ നീ പഴയ രൂപത്തിലേക്ക് മാറും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മരിയയെ ആ പ്രീസ്റ്റ് സമാധാനിപ്പിക്കുവാണ്. ആ സമയത്താണ് നമ്മുടെ നട്ട്ക്രാക്കർ പാവ അതുവഴി വരുന്നത്. എന്റെ ജീവൻ രക്ഷിച്ചതിൽ നന്ദിയുണ്ട് കേട്ടോ എന്നവൾ പറയുമ്പോൾ എനിക്ക് എലികളെ ഇഷ്ടമല്ല, ഞാൻ നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ല, എലിയെ കൊല്ലാൻ വേണ്ടിയാ അങ്ങനെയൊക്കെ ചെയ്തത്, എനിക്ക് എന്നെ പറ്റി യാതൊന്നും അറിയില്ല, എന്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കണ്ട എലിമാളത്തിലേക്ക് അവൻ കടക്കുമ്പോൾ പ്രീസ്റ്റ് പാവ പറഞ്ഞു ഇവനും ഇവിടെ ഉണ്ടെങ്കിലേ നാളെ ഈ മാജിക് ഇല്ലാതാവൂ, അവനെ പിടിച്ചോണ്ട് വരണമെന്ന്. മരിയ എലിമാളത്തിലേക്ക് പോയപ്പോൾ അവളെ സഹായിക്കാനായിട്ട് കേളി എന്നു പേരുള്ള ചെമ്മരിയാടും ബേഡി എന്നു പേരുള്ള ഒട്ടകപക്ഷി പാവയും ചെല്ലുവാണ്. അങ്ങനെ നമ്മുടെ മരിയ ഈ ഒരു പയ്യന്റെ കൂടെ നേരെ എത്തുന്നത് വേറൊരു ലോകത്തേക്കാണ്. അവിടെ എത്തിയപ്പോൾ അവനൊരു കാര്യം ഓർമ്മ വന്നു, അവന്റെ പേര് അത് ജോർജ് ആണെന്ന്. അപ്പോഴാണ് ആ രാജ്യത്തെ രാജ്ഞിയും പരിവാരങ്ങളും അതുവഴി പാസ് ചെയ്യുന്നത്. അവരൊക്കെ എലികളായിരുന്നു. റാറ്റ് ക്യൂണാണ് അവിടുത്തെ രാജ്ഞി എന്ന് പറയുന്നത്. ഇവിടെ മനുഷ്യന്മാരുടെയും മൃഗങ്ങളുടെയും ഒക്കെ മണം വരുന്നല്ലോ എന്ന് അവർ പറയുമ്പോൾ അവരുടെ പരിവാരങ്ങൾ ഇവരെ തിരയാനായിട്ട് നിൽക്കുന്നു. അന്നേരം ഇത് കണ്ട് പേടിച്ച ഒട്ടകപക്ഷിയായ നമ്മുടെ ബേഡി ഓടുവാണ്. അത് കണ്ടുകൊണ്ട് പരിവാരങ്ങളും പിന്നാലെ ഓടി വരുന്നുണ്ട്. മരിയയും ജോർജും ഒക്കെ ഒരിടത്ത് ഒളിച്ചു നിൽക്കുന്നു. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഇവരെത്തപ്പെട്ടിരിക്കുന്നത് എലികളുടെ രാജ്യത്തേക്കാണെന്ന്. ഈ രാജ്ഞിക്കും പരിവാരങ്ങൾക്കും അവർക്ക് തോന്നുന്ന സമയത്തൊക്കെ എലികളുമാകാൻ സാധിക്കും, അവർക്ക് മനുഷ്യരൂപത്തിലും ആകാനായി സാധിക്കും. അങ്ങനെ നമ്മുടെ ബേഡിയെ കണ്ടെത്തിയെങ്കിലും അതിനെ വെറുതെ വിട്ടുകൊണ്ട് അവരവരുടെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. മരിയയ്ക്കും ജോർജിനും കേളിക്കും ബേഡിക്കും ഒക്കെ ഇവിടെയുള്ള അപകട സാധ്യതയൊക്കെ മനസ്സിലായി. അന്നേരം ജോർജ് നിങ്ങളാരും എന്റെ കൂടെ വരണമെന്നില്ല എന്ന് പറയുമ്പോൾ മരിയ പിന്നാലെ വന്ന് പറയുന്നുണ്ട്, നിന്നെ കൂടാതെ തിരിച്ചു പോകാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല, എനിക്ക് എന്റെ രൂപത്തിലേക്ക് വരണമെങ്കിൽ നീയും കൂടെ വേണം എന്നൊക്കെ പറയാണ്. അപ്പോഴാണ് ജോർജിന് അവിടെയുള്ള വെള്ളച്ചാട്ടം കണ്ടപ്പോൾ പഴയ കാലം ഓർമ്മ വരുന്നത്. ഇതെന്റെ നാടാണ്, എന്റെ രാജ്യമാണ്, എന്റെ അച്ഛനാണ് ഇവിടുത്തെ രാജാവ്. കുഞ്ഞുനാളിൽ എന്റെ അമ്മ മരിച്ചപ്പോൾ എന്റെ അച്ഛൻ വേറൊരു കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ അവള് അച്ഛനെ വീഴ്ത്തി കല്യാണം കഴിപ്പിച്ചു, അതായിരുന്നു ഷാർലറ്റ്.
അവള് എലിയായിരുന്നു. എന്റെ അച്ഛനെ കല്യാണം കഴിച്ചതിൽ പിന്നെ അവളും അവളുടെ മകനുമൊക്കെ മനുഷ്യരൂപത്തിലേക്ക് മാറി. എന്നിട്ട് എന്നെ ഒരു നട്ട് ക്രാക്കർ പാവയുടെ രൂപത്തിലേക്ക് ശപിച്ച് എന്നെ അവർ ഒഴുക്കിവിട്ടു. ഇപ്പോ അവരുടേതാണ് ഈ നാട്. അവരുടെ കയ്യിൽ നിന്ന് എന്റെ അച്ഛനെ ഞാൻ രക്ഷപ്പെടുത്തും എന്നൊക്കെ നമ്മുടെ ജോർജ് മരിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാ നാളെ രാവിലെ ആവുന്നതിന് മുൻപേ ഇവിടെ നിന്ന് കടന്നു പോയില്ലെങ്കിൽ എനിക്ക് പിന്നെ എന്റെ രൂപത്തിലേക്ക് കടക്കാനേ പറ്റില്ല. എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് മരിയ വീണ്ടും ചോദിച്ചു. എന്നാൽ അതിനിടയ്ക്ക് അബദ്ധത്തില് നമ്മുടെ ജോർജ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വീണു പോകുവാണ്. മരിയയും കേളിയും ബേഡിയും ചേർന്ന് അവനെ രക്ഷപ്പെടുത്തി. അന്നേരം ബേഡി ഒരു ബുദ്ധി ഉപദേശിക്കുവാണ്. ഇവൻ ഈ ബോധം കെട്ടി കിടക്കുവല്ലേ, നമുക്ക് ഇവനെയും പൊക്കിയെടുത്തോണ്ട് നേരെ പോയാലോ. അപ്പോഴേക്ക് ജോർജിന് ബോധം വന്നു. മരിയ ജോർജിനോട് പറഞ്ഞു, ഓക്കെ, നിന്റെ അച്ഛനെ രക്ഷപ്പെടുത്തണം, റാറ്റ്ക്യൂൻ എന്നെ തോൽപ്പിക്കണം, അതല്ലേ വേണ്ടത്. അതിനെ ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷെ നാളെ രാവിലെ ആവുമ്പോഴേക്ക് എന്റെ വീട്ടിലേക്ക് നീ വരാനായിട്ട് കൂട്ടാക്കണം. എങ്കിൽ മാത്രമാണ് എനിക്കെന്റെ രൂപത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. ഓ, നിങ്ങൾ എന്നെ സഹായിക്കാൻ നിൽക്കുവാണോ? എന്നാ ശരി, ഞാനും നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. നമുക്ക് ആദ്യം ഇവിടുത്തെ പഴയ കൊട്ടാരത്തിനുള്ളിലൂടെ പോയി പുതിയ കൊട്ടാരത്തിലേക്ക് കടക്കണം എന്ന് ജോർജ് പറയാണ്. അതിനു വേണ്ടിയുള്ള വഴിയൊക്കെ നിനക്കറിയാമോ? ഓ, അതൊക്കെ അറിയാം, എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ടെന്ന് ജോർജും പറയുന്നു. അങ്ങനെ ഇവര് വെള്ളത്തിലേക്ക് ചാടി പോകുവാണ് ചെയ്യുന്നത്. ഈ സമയത്ത് കൊട്ടാരത്തിലാവട്ടെ ഒരു ഫംഗ്ഷൻ നടക്കാനായി പോകുന്നു. ഷാർലറ്റിന്റെ മകനായ ഫിലിപ്പിന്റെ അവിടെ രാജാവാക്കി മാറ്റാൻ പോകുവാണ്. ജോർജിന്റെ അച്ഛനായ ഇപ്പോഴത്തെ രാജാവിന് ഉറക്ക ഗുളിക കലക്കി കൊടുക്കുവാണ് ഷാർലറ്റ്. അയാള് ബോധം കെട്ടി കിടക്കുന്ന സമയത്ത്, അല്ല, ആ മാജിക് ഫ്ലൂട്ട് എവിടെയുണ്ടെന്ന് പറയാമോ എന്ന് ചോദിക്കുന്നു. മാജിക് ഫ്ലൂട്ടിന്റെ കഥ എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന്മാര് ആ ഫ്ലൂട്ട് ഊതിക്കഴിഞ്ഞാൽ ഇത്തരത്തില് മായാജാലക്കാരായ എലികൾ അവരുടെ സ്വന്തം രൂപത്തിലേക്ക് വരുമെന്നാണ്. ഈ കൊട്ടാരത്തിൽ എവിടെയോ അതിരിപ്പുണ്ട്. അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എലികൾക്ക് പിന്നെ സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. അത് മനുഷ്യന്മാരുടെ കയ്യിൽ കിട്ടിയാലല്ലേ അവർക്ക് പ്രശ്നമുള്ളൂ. നമ്മുടെ മരിയയും ജോർജും കേളിയും ബേഡിയും ചേർന്ന് പഴയ കൊട്ടാരത്തിന്റെ അടുത്തേക്ക് വരുന്നു. ഇതിനകത്ത് ഇപ്പൊ ആരും താമസിക്കാറൊന്നുമില്ല. ഭൂതമോ പ്രേതമോ മറ്റോ കാണുമോ എന്ന് നമ്മുടെ കേളി ചോദിക്കുന്നു. ഏയ്, അങ്ങനൊന്നും ഉണ്ടാവില്ലടാ. അങ്ങനെ ആ കൊട്ടാരത്തിനുള്ളിലേക്ക് കടക്കാനായിട്ട് ഒരു കുഞ്ഞു തടാകമുണ്ട്. അതിനുള്ളിലൂടെയെല്ലാം ഇവര് പോകുവാണ്. പിന്നെ ഇതില് ഒന്ന് കഴിഞ്ഞ ഒന്നായിട്ട് നിറയെ പാട്ടുകളുണ്ട് കേട്ടോ. അപ്പോ എന്റർടൈനിങ് ആണെന്ന് ചോദിച്ചാൽ ഭയങ്കര എന്റർടൈനിങ് ആണ്. പഴയ കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്നപ്പോ ദേണ്ടടാ, ഒരുപാട് ആത്മാക്കള് അങ്ങും ഇങ്ങും പാറി നടക്കുവാണ്. അവറ്റുകള് നമ്മുടെ മരിയയെയും ജോർജിനെയും കേളിയെയും ബേഡിയെയും പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവര് ഓടി മറയുമ്പോൾ ഈ ആത്മാക്കൾ അവരെ പിന്തുടർന്ന് പിന്നാലെ വരുന്നുണ്ട്. ഒരു സമയത്ത് നമ്മുടെ ജോർജിന്റെ നെഞ്ചിലേക്ക് അതിലൊരു പ്രേതം ഒരു കമ്പ് കുത്തിയിറക്കാണ് ചെയ്യുന്നത്. അന്നേരം ജോർജ്, ഓ, നിങ്ങളെന്റെ അമ്മാമ്മയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അവന്റെ മുന്നിൽ വന്ന പ്രേതത്തോട്. നീ എന്റെ കൊച്ചുമകനായ ജോർജ് ആണോ എന്ന് ആ ഒരു പ്രേതം ചോദിക്കുകയാണ്. അതിന് എനിക്കെന്താ ഉറപ്പ് എന്നും ആ ഒരു പ്രേതം ചോദിച്ചപ്പോ, നിങ്ങൾ എന്നെ കൊച്ചുനാളിൽ ഹണി ബേബി എന്നല്ലേ വിളിച്ചിരുന്നേ എന്ന് നമ്മുടെ ജോർജ് പറഞ്ഞു. ഓ, എന്റെ കൊച്ചുമകനെ, എനിക്ക് നിന്നെ കാണാഞ്ഞ എന്തോരം ആശയായിരുന്നു. ഇതൊക്കെ നമ്മുടെ കുടുംബക്കാരാ. ആ എലികള് നമ്മുടെ രാജ്യം തട്ടിയെടുത്തടാ. നിന്റെ അച്ഛനെ അവര് മയക്കി കിടത്തിയിരിക്കുക. നിങ്ങൾ എല്ലാവരും ചേർന്ന് മാജിക് ഫ്ലൂട്ട് കണ്ടെത്തി അത് ഊതണം. എങ്കിൽ അവരൊക്കെ അവരുടെ സ്വന്തം രൂപത്തിലേക്ക് പോവും. നമുക്കെല്ലാവർക്കും നമ്മുടെ രാജ്യം തിരികെ കിട്ടും. എന്നിട്ട് നിനക്കിവിടെ സന്തോഷമായിട്ട് ജീവിക്കാലോ എന്നൊക്കെ ആ പ്രേതങ്ങള് ജോർജിന് പറഞ്ഞു കൊടുക്കുകയാണ്. മാജിക് ഫ്ലൂട്ട് കണ്ടെത്താനായിട്ട് സ്വന്തം കൊട്ടാരത്തിലേക്ക് പോകണം. അങ്ങനെ അങ്ങ് കയറി ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് കൊട്ടാരത്തിന്റെ പിറകു വശത്തെ അടുക്കള ഭാഗത്തിലൂടെ വേണം അകത്തോട്ട് കടക്കാനായിട്ട്. അടുക്കളയിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ അവിടെയുണ്ട്. അതുങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നിട്ടാണ് മരിയയും ജോർജും കേളിയും ബേഡിയും ഒക്കെ അകത്തോട്ട് കടക്കുന്നത്. ഇവിടുത്തെ കുറച്ച് പടയാളികളും പാചകക്കാരനായ റപ്പായി ചേട്ടനും എല്ലാം മനുഷ്യന്മാരാണ്. എന്തുകൊണ്ടാണ് അവിടെ മനുഷ്യന്മാർ വന്നതെന്നുള്ള കാര്യവും നമുക്ക് പറയാൻ കേട്ടോ. നമ്മുടെ ബേഡിയെ പിടിച്ചാണ് കുഴിമന്തിക്ക് കോഴിയാണെന്നും പറഞ്ഞ് ആ റപ്പായി ചേട്ടൻ എടുക്കുന്നത്. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ കോഴിയല്ല, ഞാനൊരു ഒട്ടക പക്ഷിയാ എന്നും പറഞ്ഞ് ബേഡി ഓടി. അവളെ രക്ഷിക്കാനായി കേളിയും രംഗത്തെത്തി. ഇവരെ രണ്ടുപേരെയും രക്ഷിക്കാനായിട്ട് നമ്മുടെ ജോർജും വരുവാണ്. അന്നേരം ഒരു പടയാളി അങ്ങോട്ട് വന്നു. അയാൾക്കിട്ട് ഒരു പെണ്ണ് ഒരൊറ്റയടി കൊടുക്കുകയാണ്. അവളാണ് മാർഗരറ്റ്, നമ്മുടെ ജോർജിന്റെ കളിക്കൂട്ടുകാരി. ജോർജിന് കല്യാണം പറഞ്ഞു വെച്ചിരുന്ന പെണ്ണ് ഇതായിരുന്നു എന്നൊക്കെ കേട്ടപ്പോ മരിയയ്ക്ക് അതില് അസൂയ വരുന്നുണ്ട്. അങ്ങനെ ഷാർലറ്റ് ഇവരെയും വിളിച്ചോണ്ട് പോവാണ്. പോകുന്ന വഴിക്ക് അവള് പറഞ്ഞു, എലികള് രാജ്യഭരണം ഏറ്റെടുത്തപ്പോ ഇവിടെ അവശേഷിച്ചിരുന്ന മനുഷ്യന്മാരെ ജോലിക്കാരാക്കി. എനിക്കിവിടത്തെ തൈക്കൽ വേലയാണ് തന്നിരിക്കുന്നത്. ഇന്നിവിടെ ഫിലിപ്പ് രാജകുമാരന്റെ കിരീടദാന ചടങ്ങ് നടക്കുകയാണ്. ആ സമയത്ത് ഇവിടെ ഒരുപാട് ഗസ്റ്റുകളുണ്ട്. നിനക്ക് നിന്റെ അച്ഛനെ കണ്ടുപിടിച്ച് മാജിക് ഫ്ലൂട്ട് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണെന്നൊക്കെ അവള് പറയുന്നു. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും വേഷം കെട്ടിച്ചിട്ട്
ഇവിടുത്തെ ഗസ്റ്റുകൾക്ക് ഇടയിലേക്ക് കൊണ്ടുപോകുകയാണ്. വന്ന ഗസ്റ്റുകളെയൊക്കെ നല്ല രീതിയിൽ സൽക്കരിച്ചാണ് എലികൾ ഇരുത്തുന്നത്. അപ്പൊ മനുഷ്യന്മാരായിട്ട് പോയി കഴിഞ്ഞാൽ ഇവരെ അവിടെ തടവറയിലായിരിക്കും. അങ്ങനെ ഒരു എലിയെ പോലെ വേഷമൊക്കെ കട്ടി അതേ രീതിയിൽ ആക്ട് ചെയ്തിട്ട് നമ്മുടെ ജോർജും മരിയയും അകത്തോട്ട് പ്രവേശിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഫിലിപ്പ് ആവട്ടെ മരിയയെ കാണുന്നുണ്ട്. എന്തു ഭംഗിയുള്ള പെണ്ണാ നീ എന്ന് മരിയയോട് അവൻ പറയുമ്പോ, ഓ അവളെന്റെ ഫിയാൻസി ആണെന്ന് ജോർജ് പറഞ്ഞു. ഈ ഓളെയാണോ നീ കല്യാണം കഴിക്കാൻ പോകുന്നേ എന്ന് പറഞ്ഞ് ഫിലിപ്പ് മരിയയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ ഇവനെ ഇങ്ങനെ മയക്കി വെച്ച് കഴിഞ്ഞാൽ ജോർജിന് എളുപ്പത്തിൽ കാര്യം സാധിക്കാൻ പറ്റും. നീ വേഗം പോയിട്ട് അച്ഛനെ തിരയ, ഞാൻ ഇവനെ ഇവിടെ പിടിച്ചു വെച്ചോളാം എന്ന് മരിയ പറയുന്നു. എന്നിട്ട് അവിടെ DJ പോലുള്ള സംഗതി, അതായത് പാട്ടുകൾ ഇട്ട് കൊടുക്കുന്ന ഒരാളുണ്ട്. അയാളോട് നല്ലൊരു പാട്ട് ഇട്ട് തരാമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ കണ്ണിറക്കിക്കൊണ്ട് ഓക്കെ പറയാണ്. ജോർജ് ഈ സമയത്ത് പുറത്തോട്ട് പോകുന്നു. മരിയയും ഫിലിപ്പും കൂടി ഡാൻസ് കളിക്കുമ്പോൾ ഫിലിപ്പ് മരിയയോട് പറഞ്ഞു, ആ നിന്നെ കെട്ടാൻ പോകുന്ന പയ്യനില്ലേ, അവനൊരിക്കൽ ഇവിടെ കക്കൂസ് വൃത്തിയാക്കാൻ വന്നിരുന്നു എന്ന് പറഞ്ഞ് ജോർജിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മരിയ അതൊന്നും കാര്യമാക്കിയില്ല. ജോർജ് അവന്റെ അച്ഛന്റെ മുറി കണ്ടുപിടിച്ച് അവിടെ എത്തിയപ്പോൾ അച്ഛൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാലും മകന്റെ ശബ്ദം കേട്ടപ്പോൾ പണ്ട് അച്ഛൻ അവന് പാടിക്കൊടുക്കാറുള്ള താരാട്ട് പാട്ടൊക്കെ അച്ഛൻ പാടാനായിട്ട് തുടങ്ങുകയാണ്. അച്ഛനെ അവര് മയക്കി കിടത്തിയിരിക്കുകയാണെന്ന് ജോർജിന് മനസ്സിലായി. ആ സമയത്താണ് അച്ഛന്റെ നെഞ്ചിൽ കുത്തിവെച്ചിരുന്ന ഒരു നക്ഷത്രക്കല്ല് താഴെ വീഴുന്നത്. ആ നക്ഷത്രക്കല്ല് അലമാരയിൽ ഒട്ടിച്ചു വെച്ചപ്പോൾ അത് പതിയെ തുറന്നു. അതിനകത്ത് ഒരു മാപ്പ് ഉണ്ടായിരുന്നു. അത് പുറത്തു വന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്. സ്നേഹിതർക്ക് വഴി നീട്ടി വഴി പറയും സുഹൃത്ത് ഞാനാണ് മാപ്പ്. നിങ്ങൾക്ക് മാജിക് ഫ്ലൂട്ട് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അതിന് ആദ്യമായി നൂൽപാലം കയറണം, അതിനുശേഷം കോട്ടയിലേക്ക് കടക്കണം, പിന്നെ നമുക്ക് ഞാൻ പറയുന്ന വഴിയെ പോകാം എന്നൊക്കെ മാജിക് ഫ്ലൂട്ട് പറയുന്നു. ഇവര് പോയ അപ്പ തന്നെ ഷാർലറ്റും ഫിലിപ്പും അകത്തേക്ക് വന്ന്, നിങ്ങൾക്ക് മാജിക് ഫ്ലൂട്ട് എവിടെയാണെന്ന് പറഞ്ഞു തരാൻ ഒരു ഉദ്ദേശമില്ലല്ലേ, ഇനിയും കുറെ നേരം കിടന്നുറങ്ങ്, എന്റെ മകൻ ഇന്ന് രാജാവാകാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് അവളും പോകുന്നു. മാപ്പ് പറഞ്ഞ പോലെ നമ്മുടെ മരിയയും ജോർജും ചേർന്ന് നൂൽപാലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കവേ ഇവിടെ അകത്ത് ആട്ടവും പാട്ടുമായിട്ട് ഒരു ഗസ്റ്റുകളും ആരും തന്നെ ഇവരുടെ ഈ യാത്ര കാണാതിരിക്കാൻ വേണ്ടി അവിടെ DJ വെച്ചോണ്ടിരുന്ന DJ കാരൻ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. മാർഗരറ്റും ഇവര് പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ മാർഗരറ്റിന്റെ അടുത്തേക്ക് ഷാർലറ്റും ഫിലിപ്പും വരുന്നുണ്ട്. നീ ഞങ്ങളെ ചതിച്ചു, ചതിയന്മാരെ അകത്തോട്ട് കയറ്റി എന്നൊക്കെ പറയുന്നു. എന്നാൽ ഷാർലറ്റ് പറഞ്ഞു, മോളെ നീയും ഞാനും ഏകദേശം ഒരുപോലെ, നിനക്ക് ഈ രാജ്യത്തിന്റെ രാജകുമാരി ആകണോ എന്ന് ചോദിച്ച് അവളെയും അവരുടെ കൂടെ കൂട്ടുവാണ്. അന്നേരം മരിയയും ജോർജും നൂൽപാലത്തിലൂടെ കടന്ന് കോട്ടയിലേക്ക് എത്തി. കോട്ടയിൽ എവിടാ വഴി? അതായത് നിങ്ങൾ വഴി തിരയേണ്ടത് ഒരു പാതയിലാണ്. പാത എന്ന് പറയുമ്പോൾ വെറും ഒരു പാതയല്ല, ശരിക്ക് വിരിപ്പിട്ട പാത എന്നൊക്കെ അതിങ്ങനെ ക്ലൂ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരിയ പറഞ്ഞു, നിങ്ങളെ ചവിട്ടിയാണോ ഉദ്ദേശിക്കുന്നത്? താഴെയുള്ള ചവിട്ടി മാറ്റിയപ്പോൾ അവിടെ ഒരു വൃത്താകൃതിയുണ്ട്. അത് പതിയെ തുറന്നു. അതിനകത്ത് കുറച്ച് പടവുകൾ ഉണ്ടായിരുന്നു. ഈ സമയം കേളിയും ബേർഡിയും പുറത്താണ് ഉണ്ടായിരുന്നത്. അകത്തേക്കുള്ള പടവുകൾ കാണുന്നില്ല. പിന്തിരിഞ്ഞു പോവാനിട്ട് ജോർജിന് താല്പര്യവും ഉണ്ടായിരുന്നില്ല. കേളിയും ബേർഡിയും നൂൽപാലത്തിലൂടെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ കേളി അതിന്റെ കയറും പൊട്ടി ഒരു സ്ഥലത്തേക്ക് ഒരൊറ്റ വീഴ്ചയായിരുന്നു. മരിയയോട് ജോർജ് പറഞ്ഞു, നമ്മൾ മുന്നോട്ട് തന്നെ സഞ്ചരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകുമെന്ന്. അവർക്ക് വേണ്ടി പടികൾ അവിടെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഏറ്റവും താഴെയായിട്ട് മുള്ളുകൾക്കിടയിൽ ഒരു പുല്ലാങ്കുഴലിരിക്കുന്നു. അത് നമ്മുടെ മരിയ ജോർജിന് എടുത്തു കൊടുത്തു. എന്നാൽ അത് ഊതിയപ്പോൾ 1000 ഫ്ലൂട്ടുകൾ അവിടെ പ്രത്യക്ഷപ്പെടുവാണ്. ഈ സമയത്ത് കേളിയും ബേർഡിയും ചേർന്ന് ഈ കൊട്ടാരത്തിന്റെ പൂങ്കാവനത്തിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ വലിയ പൂങ്കാവനത്തിന്റെ ഇടയിലൂടെ വഴി കാണാതെ രണ്ടും കൂടി ആട്ടവും പാട്ടുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. മരിയയും ജോർജും യഥാർത്ഥത്തിലുള്ള മാജിക് ഫ്ലൂട്ട് കണ്ടെത്താനായി ഓരോന്നും എടുത്ത് ഊതിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നടപ്പില്ല എന്ന് ജോർജ് പറയുന്നത്. എന്റെ കാര്യവും നടന്നില്ല, നിന്റെ കാര്യമെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞ് മരിയയെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകാൻ നിൽക്കവേ ഇവരിറങ്ങി വന്ന പടികളെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. എന്റെ അമ്മയെ എനിക്കിനി കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് മരിയ കരയുന്നത് കേട്ടപ്പോൾ, ഇല്ല, നിന്നെ ഒരിക്കലും ഞാൻ ഒറ്റപ്പെടുത്തില്ല എന്ന് പറഞ്ഞ് ജോർജ് അവളെ ചേർത്ത് പിടിക്കുന്നു. അന്നേരം അവന്റെ ഉള്ളിലുണ്ടായിരുന്ന അവളോടുള്ള സ്നേഹം പുറത്തേക്ക് വരുവാണ്. ഉടനെ തന്നെ ആ 1000 പുല്ലാങ്കുഴലുകൾ ഒന്നായി മാറി. അതായിരുന്നു മാജിക് ഫ്ലൂട്ട്. ഇതും എടുത്തോണ്ട് അപ്പ തന്നെ ഇവര് പുറത്തേക്കുള്ള വഴി തുറന്നത് കണ്ടപ്പോൾ പുറത്തേക്ക് ഓടിപ്പോകുകയാണ് ചെയ്യുന്നത്. കേളിയും ബേർഡിയും പുറത്തു നിന്ന് ഈ ഒരു പൂങ്കാവനത്തിന്റെ വെളിയിലേക്ക് കടക്കാനുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഗസ്റ്റുകൾക്കിടയിൽ ഭയങ്കര ആട്ടവും പാട്ടുമായിട്ട് ഷാർലറ്റും ഫിലിപ്പും എല്ലാവരും ഉണ്ട്. അന്നേരം മരിയയും ജോർജും പുല്ലാങ്കുഴൽ എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നപ്പോൾ ഷാർലറ്റ് വന്ന് പറഞ്ഞു, മാർഗരറ്റിനെ രക്ഷിക്കണമെങ്കിൽ ആ സാധനം എനിക്ക് തരണമെന്ന്. മാർഗരറ്റിന്റെ അവസ്ഥ കണ്ട് ദയനീയാവസ്ഥ തോന്നി
തോന്നിയ നമ്മുടെ ജോർജ് ആ കുഴൽ കൊടുത്തപ്പോഴാണ് മാർഗരറ്റ് ശരിക്കും ഇവരെ ചതിച്ചു എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. നീ ഇനി ഫിലിപ്പിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഷാർലറ്റ് ഇനി മാർഗരറ്റ് രാജകുമാരിയാണെന്നും എല്ലാവരോടും പറയുന്നു. ഈ മടയൻ ഞാൻ പറഞ്ഞത് വിശ്വസിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് മാർഗരറ്റ് പറയുന്നുണ്ട്. അങ്ങനെ ഷാർലറ്റ് തനിക്ക് കിട്ടിയ മാജിക് ഫ്ലൂട്ടുമായിട്ട് നേരെ ഗസ്റ്റുകൾക്കരികിലേക്ക് പോകുവാണ്. ഇപ്പൊ നമ്മുടെ മേരിയെയും ജോർജിനെയും രാജാവിനെയും നമ്മുടെ കേളിയെയും അടക്കം എല്ലാവരും പിടികൂടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ബേർഡി ആവട്ടെ രാജാവിന്റെ അടുക്കലേക്ക് വന്ന സമയത്ത് അവിടെ ഇരുന്നിരുന്ന ഉറക്കുകുളിക്ക് കലക്കിയിട്ടുള്ള വെള്ളം കുടിച്ചതുകൊണ്ട് ഈ മേശക്കടിയിൽ ഉറങ്ങിക്കിടന്നു. അവനെ മാത്രം ആരും കണ്ടില്ല. ബാക്കി എല്ലാവരെയും ഇവറ്റകള് പിടിച്ചു കെട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് DJ കാരനോട് നല്ലൊരു പാട്ടിടാനായിട്ട് പറയുന്നു. അങ്ങനെ പാട്ടൊക്കെ വന്ന സമയത്ത് ഗസ്റ്റുകൾക്ക് മുന്നിലേക്ക് നമ്മുടെ രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ്, മേരി, ജോർജ്, കേളി എന്നിവരെ എല്ലാവരെയും അവതരിപ്പിച്ചു. ഇത്രയും നാള് നമ്മൾ പേടിച്ച് ജീവിച്ചിരുന്ന മാജിക് ഫ്ലൂട്ട് ഈ മണ്ടനായ രാജാവിന്റെ മകൻ വന്ന് നമുക്ക് എടുത്തു തന്നിരിക്കുന്നു. ഇനി നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഫിലിപ്പ് ഇവിടെ വെച്ച് നമ്മുടെ രാജാവാകാൻ പോകുക എന്നൊക്കെ ഷാർലറ്റ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അന്നേരത്തെ ജോർജ് പതിയെ അച്ഛനെ വിളിക്കുവാണ്. അച്ഛന്റെ ബോധം തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ആരാടി ഇപ്പോ രാജാവാൻ പോകുന്നേ, ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ എന്ന് ചോദിച്ച് രാജാവ് എഴുന്നേൽക്കുവാണ്. ഓ, അന്നേരം നമ്മുടെ ഷാർലറ്റ് പെട്ടെന്ന് ഈ പുല്ലാങ്കുഴല് ഊതാനായി തുടങ്ങി. മനുഷ്യന്മാര് ഇത് ഊതിക്കഴിഞ്ഞാൽ എലികൾ അവരുടെ രൂപത്തിലേക്ക് തിരിച്ചു വരുമെങ്കിൽ എലികൾ ഇത് ഊതിക്കഴിഞ്ഞാൽ മനുഷ്യന്മാരെ പാവ കണക്ക് ആക്കാനായി സാധിക്കും. അപ്പോഴാണ് നമ്മുടെ ബേർഡി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. ഇവിടുത്തെ ഈ ഒച്ചയും ആരവവും എല്ലാം കേട്ട് ബേർഡി അവിടേക്ക് ഓടി വന്നതും ഷാർലറ്റ് ഒന്ന് മാറിയതാണ്. ഈ പുല്ലാങ്കുഴല് തെറിച്ചുപോയി. അത് കേളി ക്യാച്ച് പിടിച്ചു. എന്നിട്ട് താഴെ വീഴാൻ ഒരുങ്ങവേ നമ്മുടെ മരിയ അവളുടെ ഡാൻസ് മൂവ്മെന്റിലൂടെ അത് ചാടി പിടിക്കുവാണ്. മോളെ, നിന്നെ ഞാൻ ഇവിടുത്തെ രാജകുമാരിയാക്കാം, അതെനിക്ക് തിരിച്ചു തരാമോ എന്ന് ഷാർലറ്റ് ചോദിക്കുമ്പോൾ ഇത് നിങ്ങൾക്കുള്ളതല്ല, ഇത് ഊതാൻ അർഹനായിട്ടുള്ളത് രാജാവാണെന്ന് പറഞ്ഞ് അത് അങ്ങേർക്ക് കൊടുത്തു മരിയ. അത് ഊതിയപ്പോൾ നമ്മുടെ മാർഗരറ്റ് അടക്കം എല്ലാവരും തന്നെ വീണ്ടും എലികളായിട്ട് മാറുന്നു. അങ്ങനെ രാജാവ് ഇവരോട് എല്ലാവരോടും നന്ദി പറയുന്നു. അത്രയും നേരം DJ കാഴ്ചവെച്ചിരുന്നത് നമ്മുടെ രാജാവിന്റെ പഴയ മന്ത്രിയുമായിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം നല്ലൊരു പ്രഭാതം വന്നല്ലോ എന്ന് രാജാവ് പറയുമ്പോഴാണ് അയ്യോ രാവിലെയായി, നമുക്ക് ഇപ്പൊ തന്നെ തിരിച്ചു പോകണ്ടേ എന്ന് മരിയ ജോർജിനോട് ചോദിക്കുന്നത്. ഇന്ന് അതിനു മുൻപ് അവള് അപ്രത്യക്ഷമായിട്ട് പോവുകയാണ്. അടുത്ത സീനില് നമ്മുടെ മരിയ ഉറക്കമുണരുന്നു. അവൾ അവളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ഹോ, ഞാൻ കണ്ടൊരു സ്വപ്നമായിരുന്നു അത് എന്നവൾ ചിന്തിച്ചിരിക്കവേ അമ്മ വന്ന് പറഞ്ഞു, നമ്മൾ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുക, ആ റാറ്റർ വന്ന ഒന്നും നടക്കില്ലെന്ന്. അമ്മയോടൊന്നും പറയാതെ അവള് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ റാറ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ ഭാര്യയാവാനായിട്ട് സമ്മതിച്ചിരിക്കുന്നു, എന്റെ അമ്മയെ ഉപദ്രവിക്കരുതെന്ന് അവള് പറയുന്നു. അമ്മ വന്ന് ഇതൊന്നും നടപ്പില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജോർജും അവിടേക്ക് വന്നു. എന്നിട്ട് റാറ്ററിനോട് നിങ്ങളുടെ കടം മുഴുവൻ ഞാൻ ഇന്ന് രാവിലെ തീർത്തതാണ്, ഇവിടെ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോ, പിന്നെ എന്റെ ഭാര്യയാവാൻ പോകുന്ന കുട്ടിയാണ് മരിയ എന്ന് പറയുന്നു. നിന്നെ ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല, നീ ഇനി മുതൽ എന്റെ രാജ്ഞിയാണെന്ന് പറഞ്ഞ് നമ്മുടെ ജോർജ് മരിയയെ കൂടെ കൂട്ടുന്നു. ഇതെല്ലാം കണ്ടുനിന്ന അമ്മയ്ക്ക് അത്ഭുതമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി ആ വീടും വാങ്ങിക്കൊടുത്ത് കേളിയെയും ബേർഡിയെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് മരിയയും ജോർജും കൂടി അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് 2022 പുറത്തിറങ്ങിയ നെറ്റ് ക്രാക്കർ ആൻഡ് ദ മാജിക് ഫ്ലൂട്ട് എന്നുള്ള ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. അഡ്വഞ്ചറസ് ആയിട്ടുള്ള മൂവീസ് ഒക്കെ തേടി നടക്കുന്ന പിള്ളേരാണെങ്കിൽ ഇത് നല്ലൊരു മൂവിയാണ് കേട്ടോ. പിന്നെ സ്ഥിരം ക്ലീശ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് ഈ രാജ്യം നഷ്ടപ്പെട്ടിട്ടുള്ള രാജകുമാരൻ വേറൊരു പെൺകുട്ടിയുടെ സഹായത്തോടു കൂടിയിട്ട് ആ രാജ്യം തിരിച്ചു പിടിക്കുന്നു. ശേഷം ആ പെൺകുട്ടിയെ രാജകുമാരിയായിട്ട് സ്വീകരിക്കുന്നു. പിന്നെ സ്റ്റെപ്പ് മദർ, അതായത് രണ്ടാനമ്മയുടേതായിട്ടുള്ള ദേഷ്യവും കാര്യങ്ങളും, അങ്ങനത്തെ ഒരു ക്ലീഷേ സ്റ്റോറി ഇതിനിടയിലൂടെ നടക്കുന്നുണ്ടെങ്കിലും അതിൽ ഭയങ്കരമായിട്ട് നമുക്ക് ത്രില്ലിംഗ് ആയി തോന്നുക ഈ ഒരു റാറ്റ് ക്യൂനിന്റെ കാര്യവും മാജിക് ഫ്ലൂട്ടിന്റെ കാര്യമൊക്കെയാണ്. റാറ്റ് ക്യൂനും മാജിക് ഫ്ലൂട്ടും ഒക്കെ വേറൊരു കാറ്റഗറിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ രാജാവ് രാജകുമാരൻ ആ ഒരു സെറ്റപ്പ്, അത് ഫെയറി ടെയിലാണ്. ഫെയറി ടെയിലിനിടയിൽ ഈ ഒരു നാടോടി കഥ മിക്സ് ചെയ്തപ്പോൾ അത് നല്ലൊരു രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മാജിക് ഫ്ലൂട്ടൊക്കെ നിങ്ങൾ മുൻപും കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഫ്ലൂട്ട് ഊതിക്കഴിഞ്ഞാൽ എലികള് അതിന്റെ ആ ഒരു നിയന്ത്രണത്തിൽ വരും, അങ്ങനെയൊക്കെയാണ് ഒരു നാടോടി കഥയുള്ളത്. സോ ആ ഒരു നാടോടി കഥയും ഫെയറി ടെയിലും കൂടെ കൂട്ടിച്ചേർത്തപ്പോൾ നല്ല രസമായിട്ടുള്ള ഒരു കഥയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അഡ്വഞ്ചറസ്
ഹൊറേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. ഫാന്റസി മൂവി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി മൂവിയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്ത രണ്ടുണ്ട് കാര്യം. അതായത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. കൂടാതെ നമ്മളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ എനബിൾ ചെയ്ത് വെക്കൂലോ. എന്നാൽ ബെല്ലൈക്കൺ എനബിൾ ചെയ്ത് വെച്ചാലും ചിലർക്ക് നോട്ടിഫിക്കേഷൻസ് വരൂല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് ഈ ലൈക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണല്ലോ ലൈക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ട് അവരിലേക്കായിരിക്കും യൂട്യൂബ് നോട്ടിഫിക്കേഷൻസ് സജസ്റ്റ് ചെയ്യുന്നത്. ബെല്ലൈക്കൺ എനബിൾ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ലെങ്കിൽ മറക്കാതിരിക്കുക ലൈക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ കാറ്റഗറി മൂവീസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടോ? പിന്നെ ഇതിനിടയിൽ മനസ്സിലാവാതെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എല്ലാം തന്നെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. നമുക്ക് എന്നാൽ അടുത്തൊരു അടിപൊളി മൂവി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.